യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ നിൽക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു മനുഷ്യനാകാൻ ശ്രമിക്കാം. മറ്റുള്ളവർക്ക് പറ്റുന്ന വിധത്തിലുള്ള നല്ല വാക്കും പ്രോത്സാഹനവും സ്നേഹവും കരുണയും ഒക്കെ കൊടുത്ത് നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു മനുഷ്യനായി മാറാൻ ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയും കൂടെ പ്രാർത്ഥിക്കുവാണ്ട് കഴിവുകൊണ്ട് എല്ലാം നടക്കും എന്ന ചിന്തയും, ബുദ്ധി കൊണ്ടെല്ലാം നടക്കും എന്ന ചിന്തയും, ശക്തി കൊണ്ടെല്ലാം നടക്കും, ഇങ്ങനെയുള്ള അഹങ്കാര ചിന്തകളെല്ലാം മാറ്റി ദൈവത്തോട് ചേർന്ന് നിന്നാലേ എല്ലാ കാര്യവും അനുഗ്രഹമാകുമുള്ളൂ എന്ന എളിമയുള്ള ഒരു ചിന്തയും ബോധ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. എല്ലാം കഴിവുകൊണ്ട് നടക്കും, ബുദ്ധി കൊണ്ട് നടക്കും, ശക്തി കൊണ്ട് നടക്കും, സ്വാധീനം കൊണ്ട് നടക്കും എന്ന് ചിന്തിച്ച് പോകുന്നത് ഒരു അഹങ്കാര ചിന്തയാണത്. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ യേശുവിൻ്റെ ആ വചനത്തോട് ചേർന്ന് എളിമയുള്ളൊരു മനസ്സ്, എളിമയുള്ള ചിന്തയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കണം. ഈ വചനമായി ഇന്ന് പറയാൻ പോകുന്നത്, ജീവിതത്തിൽ ദൈവസന്നിധിയിൽ കരഞ്ഞവരാണോ? എന്നാൽ എഴുതി വച്ചു, ദൈവസന്നിധിയിൽ കരഞ്ഞവർ എന്തു പ്രതിസന്ധികളുണ്ടെങ്കിലും ജീവിതത്തിൽ തോൽക്കില്ല, ലക്ഷ്യത്തിലെത്തും. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 15 മുതലുള്ള വാക്യമാണ് വായിക്കുന്നത്. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലെ ഒരമ്പെയ്ത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. ഇപ്പം ദൈവസന്നിധിയിൽ ഒരു ജീവിതം ആഗ്രഹിച്ച് പ്രതിസന്ധിയുടെ നടുവിൽ ഒരു കുഞ്ഞ് കരഞ്ഞതാണ് കേട്ടത്. എന്നിട്ട് ആ കരഞ്ഞ വ്യക്തി, ആ കുഞ്ഞ് ആ മരുഭൂമിയിൽ വെച്ച് ഒന്നും അല്ലാതായിപ്പോയോ? അപകടത്തിൽപ്പെട്ടോ? മരിച്ചുപോയോ? അവിടെ തന്നെ അടക്കുവാണോ ചെയ്തത്? പ്രതീക്ഷ നഷ്ടപ്പെട്ട സമയത്താണല്ലോ ഒരമ്പെയ്ത്ത് ദൂരം മാറ്റി കിടത്തിയത്. ആ അമ്മ പുറകോട്ട് തിരിഞ്ഞത്, ആ കുഞ്ഞ് കരഞ്ഞത്. പ്രതീക്ഷയ്ക്ക് 1% പോലും സാധ്യതയില്ലാത്ത സമയത്താണല്ലോ ഈ പ്രവൃത്തികളെല്ലാം ഉണ്ടായത്. ദൈവസന്നിധിയിൽ കരഞ്ഞവരും പ്രാർത്ഥിച്ചവരും ജീവിതത്തിൽ തോൽക്കില്ല. എത്ര മരുഭൂമിയിലാണേലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, കയ്യിലുള്ളത് മുഴുവൻ തീർന്നാലും, ഈ വചനത്തിന് ആദ്യ ഭാഗം എഴുതിയിട്ടുണ്ട്, തുകൽ സഞ്ചിയിലെ വെള്ളം എല്ലാം തീർന്നു. വെള്ളം തീർന്നു, കുടിക്കാൻ പച്ചവെള്ളം പോലും ഇല്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയോ? തീർന്നു പോയോ? ചിലരുടെ ജീവിതത്തിൽ സന്തോഷം തീർന്നു, സമാധാനം തീർന്നു, സാമ്പത്തികം തീർന്നു, പ്രതീക്ഷ തീർന്നു, പലതും തീർന്നുപോയി. ഇനി എങ്ങനെ ശരിയാകുമെന്ന് പല പ്രാവശ്യവും ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഒരു ചെറുപ്പക്കാരനെ ഇവിടെ വ്യക്തിപരമായി കണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പം ആ വ്യക്തി പറഞ്ഞു, ഫാദർ, നിങ്ങൾ എനിക്ക് വേണ്ടി ചെലവഴിച്ച ആ കുറച്ച് മിനിറ്റുകൾ എൻ്റെ ശ്വാസമായിരുന്നു കേട്ടോ, എൻ്റെ ജീവനായിരുന്നു കേട്ടോ. ഞാൻ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവനും തോറ്റവനുമാണ്. നിങ്ങൾ തന്ന 2-3 മിനിറ്റ് 5 മിനിറ്റ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ജീവിതമായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാനിത് പറഞ്ഞത് പലരും
പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കയറി വരുന്നത്. ഞങ്ങളിവിടെയുള്ള ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരോടും പറയാറുണ്ട്, ആവർത്തിച്ചു പറയാറുണ്ട്, നമ്മുടെ ഈ ആലയത്തിലേക്ക് വരുന്നവർ പകുതിയിലധികം പേരും ജീവിതത്തിൽ തോറ്റിട്ട് വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അവരെ വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ കൈകാര്യം ചെയ്യണം. ആരെയും വിഷമിപ്പിക്കരുത്. പറ്റുന്നതുപോലെ അവരെ ചേർത്ത് പിടിക്കണം. ദൈവം നമ്മുടെ അടുത്തേക്ക് അവരെ കൊണ്ടുവന്ന് തന്നതാണ്. നമ്മുടെ പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഉപദേശം കൊണ്ടും ഒക്കെ ആയിരിക്കും അവർ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ദൈവം പദ്ധതിയിട്ടിരിക്കുന്നതെങ്കിലോ. അങ്ങനെയാണ്. ദൈവസന്നിധിയിൽ കരഞ്ഞവർ ജീവിതത്തിൽ തോൽക്കില്ല. ഈ കരഞ്ഞ കുട്ടി തോറ്റുപോയോ? എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം, ഉൽപ്പത്തി 21:20. ദൈവം ആ കുട്ടിയോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. അവൻ വളർന്നു എന്ന് പറയുമ്പം നമ്മൾ വേറൊന്നും ചിന്തിക്കരുത്. ദൈവമാണ് അവനെ വളർത്തിയത്. ദൈവസന്നിധിയിൽ കരയുന്നവരെ വളർത്തുന്ന, ഉയർത്തുന്ന, രക്ഷപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. അവൻ വളർന്നു. ഇനി അടുത്തതോ, സമർത്ഥനായ ഒരു വില്ലാളിയായി തീർന്നു. സമർത്ഥനായ, കേവലം ചുമ്മാ യുദ്ധം ചെയ്യുന്ന സാധാരണ വില്ലാളി എന്നല്ല, സമർത്ഥനായ, സാമർഥ്യം കൊണ്ട് നിറഞ്ഞു, സാമർഥ്യമുള്ളവനായി മാറി. ദൈവസന്നിധിയിൽ ജീവിതം ആഗ്രഹിച്ച് കരഞ്ഞിട്ടുണ്ടോ? രക്ഷപ്പെടും. മാത്രമല്ല, ലക്ഷ്യസ്ഥാനത്ത് അനുഗ്രഹത്തോടെ എത്തുകയും ചെയ്യും. പലരുടെയും അത്ഭുതത്തിനത് കാരണമാവും. നിങ്ങൾക്ക് ഈ വചനം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. മരിച്ചു പോകുമെന്ന് പറഞ്ഞ ആളാണ്, മരിച്ചുപോയി ഈ മണലിൽ എവിടെയെങ്കിലും മാന്തി അടക്കണം, ശവസംസ്കാരം നടത്തണമെന്ന് തീരുമാനിച്ച സ്ഥലത്താണ് ദൈവം അവനെ വളർത്തിയത്, സമർത്ഥനായ വില്ലാളിയാക്കിയത്. ആരാണാവോ സമർത്ഥനായി മാറാൻ ഫോർമേഷൻ കൊടുത്തത്? ആരാണ് പരിശീലനം കൊടുത്തത്? ചുമ്മാതെങ്ങനെയാണ് സമർത്ഥനായൊരു വില്ലാളിയായി തീരാൻ കഴിയുക? ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനെ സമർത്ഥനായൊരു വ്യക്തിയാക്കുന്ന, മിടുമിടുക്കിയാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ആ വാക്യം വായിച്ചായിരുന്നോ? ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതു പ്രായത്തിലുള്ളവരായിക്കൊള്ളട്ടെ, വചനം കേൾക്കുന്ന നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്, ദൈവാനുഗ്രഹമുണ്ട്. നിങ്ങളുടെ അകത്ത് മറ്റൊരാൾക്ക് കെടുത്തിക്കളയാൻ കഴിയാത്ത വിധം ഒരു വെളിച്ചമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കുന്ന വെളിച്ചമാണ്. ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ന് ശ്രദ്ധയോടെ കേട്ടെ, ദൈവസന്നിധിയിൽ കരഞ്ഞവൻ ജീവിതത്തിൽ തോറ്റില്ല. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ദൈവവചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന ഒരാളും പറയില്ല, എൻ്റെ ജീവിതം പുറകോട്ട് പോയി, മറിഞ്ഞുപോയി, ജീവിതം തോറ്റുപോയി, ഒന്നും ആയില്ല, പറയാനിടവരികയില്ല. ദൈവം കൈപിടിച്ച് പലരുടെയും മുമ്പിൽ സമർത്ഥനാക്കി എത്തിക്കും. നമ്മളും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് പലതും ആഗ്രഹിച്ച നല്ലൊരു ജോലി, നല്ലൊരു കുടുംബം, സന്തോഷമുള്ളൊരു ജീവിതം, നല്ലതുപോലെ മക്കൾ പഠിക്കണം, വിവാഹം നടക്കണം, തലമുറകളെ ലഭിക്കണം, നിരാശ മാറണം, രോഗം മാറണം. ഇങ്ങനെ 100 ആവശ്യങ്ങളോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവസന്നിധിയിൽ കരയുന്നവർ, അവരെ ദൈവം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. അതുകൊണ്ടാണ് മാതാപിതാക്കളോടൊക്കെ പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടി ദൈവവചനം കേൾപ്പിക്കണം. 5-10 മിനിറ്റ്. അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് മാറും. അവരുടെ ഉള്ളിൽ നമ്മളൊരു 10 ദിവസം ഇരുന്ന് ഉപദേശിച്ചാൽ കിട്ടാത്ത അനുഗ്രഹം 10 മിനിറ്റ് വചനം കേൾക്കുമ്പം അവരുടെ ഉള്ളിൽ ഉണ്ടാവും. 10 ദിവസം ഇരുന്ന് രാവും പകലും ഉപദേശിച്ചാൽ ചിലപ്പോൾ ഇത്രയും സ്വീകരിക്കില്ല. അവർ ആ ഉപദേശത്തെയൊക്കെ മൈൻഡ് ചെയ്യാതെ പോവും. പക്ഷേ കേൾക്കുന്നൊരു വചനം മതി, ആ വചനത്തിലൂടെ കിട്ടുന്നൊരു അനുഗ്രഹം മതി ജീവിതം മൊത്തം മാറാൻ, ജീവിതത്തിലൊരു യൂ ടേൺ ഉണ്ടാകാൻ,
ജീവിതം ഒന്ന് മനോഹരമാകാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് തിങ്കളാഴ്ച ദിവസം ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ട ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഓരോ മുറികളിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒരു കുടുംബമായിരുന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസത്തിൽ പല പ്രാവശ്യം ഇത് കേൾക്കുന്നു. സകലരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, പകർച്ചവ്യാധികൾ, പകർച്ചപ്പനികൾ എന്നിവയിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിക്കട്ടെ. നമ്മുടെ യാത്രകളിൽ ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ. നല്ലൊരു ജീവിതം ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ ഒരു വട്ടവേലും കരഞ്ഞവരാണോ? തോൽക്കില്ല കേട്ടോ, ലക്ഷ്യസ്ഥാനത്തെത്തും കേട്ടോ. വളർത്തും ദൈവം, ഉയർത്തും, രക്ഷപ്പെടുത്തും. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. മനസ്സുകൊണ്ട് ഈ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് 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 പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും ഈ വചനം എത്തിക്കണം കേട്ടോ. ഈ വചനം ഒരുപാട് പേരുടെ വെളിച്ചവും ജീവിതവുമായിട്ട് മാറും. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.